ഇറാൻ ഇസ്രായേൽ പോരാട്ടം ശക്തമാകുന്നതിനിടെ അമേരിക്ക നടത്തിയ ആക്രമണത്തിനെതിരെ ചൈന രംഗത്ത് വന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം നയതന്ത്ര രംഗത്തെ യുഎസിന്റെ വിശ്വാസ്യത തകർത്തുവെന്ന് ചൈന അഭിപ്രായപ്പെട്ടു. സാഹചര്യങ്ങൾ നിയന്ത്രണാതീതമാകുമോ എന്ന ആശങ്കയുണ്ടെന്നും UN രക്ഷാസമിതി യോഗത്തിന് പിന്നാലെ ചൈന ലോകത്തെ അറിയിച്ചു. ബലപ്രയോഗത്തിലൂടെ സംഘർഷങ്ങൾ വഷളാക്കരുത്, എരിതീയിൽ എണ്ണയൊഴിക്കുന്നതിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നും UNലെ ചൈനീസ് അംബാസഡർ ഫൂകോങ് പറഞ്ഞു. സ്ഥിതിഗതികൾ വഷളാക്കുന്നത് തടയുന്നതിനും യുദ്ധവ്യാപനം ഒഴിവാക്കുന്നതിനും ഇസ്രായേൽ ഉടൻ തന്നെ വെടിനിർത്തലിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന് പരിക്കേറ്റിട്ടുണ്ട്, എന്നാൽ ഒരു രാഷ്ട്രമെന്ന നിലയിലും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടുന്ന കക്ഷി എന്ന നിലയിലും യുഎസിന്റെ നയതന്ത്ര വിശ്വാസ്യതയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റു, അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ ചൈനീസ് പൗരന്മാരിൽ ഭൂരിഭാഗവും സുരക്ഷിതമായി ഒഴിപ്പിച്ചതായും ബാക്കിയുള്ളവർ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലല്ലെന്നും ഇറാനിലെ ചൈനീസ് എംബസി അറിയിച്ചു. അതിനിടെ പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് അഥവാ മജ്ലിസ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട സൈനിക നീക്കത്തിന് പ്രതികാരമായാണ് ഇറാന്റെ തീരുമാനം. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരവും പാർലമെന്റ് നൽകിയതായി സ്റ്റേറ്റ് റൺ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ആഗോള എണ്ണ വിപണിയുടെ നട്ടെല്ലായ ഹോർമുസ് കടലിടുക്കിലൂടെ ലോകത്തിന്റെ 20 മുതൽ 30% ക്രൂഡ് ഓയിലും 20% ദ്രവീകൃത പ്രകൃതിവാതകവും കടന്നു പോകുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാനുമായും അറേബ്യൻ കടലുമായും ബന്ധിപ്പിക്കുന്ന ഈ 33 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ ജലപാതയിൽ ഷിപ്പിംഗ് ചാനലുകൾ വെറും 3 കിലോമീറ്റർ വീതിയിൽ മാത്രമാണ്. സൗദി അറേബ്യ, ഇറാഖ്, UAE, ഖത്തർ, കുവൈത്ത്, ഇറാൻ തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഈ പാതയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഹോർമുസ് അടച്ചാൽ ഈ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുകയും ആഗോള എണ്ണവില കുത്തനെ ഉയരുകയും ചെയ്യും. എണ്ണവിലയിൽ 15 മുതൽ 20% വരെ വർധനവ് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് ഷിപ്പിംഗ് ചെലവ് 40 മുതൽ 50% വരെ വർദ്ധിപ്പിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് 5.5 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 2 ദശലക്ഷം ബാരലും ഹോർമുസ് വഴിയാണ് നടത്തുന്നത്. എന്നാൽ റഷ്യ, US, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈവിധ്യവൽക്കരിച്ച വിതരണവും ഖത്തറിൽ നിന്നുള്ള LNG ഹോർമുസിനെ ആശ്രയിക്കാത്തതും ഇന്ത്യയെ ഭാഗികമായി സംരക്ഷിക്കപ്പെട്ടേക്കാം. ഇറാൻ ഈ നീക്കം നടത്തിയാൽ ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടിയാകും ഉണ്ടാകുക. കാരണം ഹോർമുസ് വഴിയുള്ള 84% എണ്ണയും 83% LNGയും ഏഷ്യയിലേക്കാണ് ഒഴുകുന്നത്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.